നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയെക്കുറിച്ചാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി, അല്ലേ? നമുക്കറിയാം, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണോ വൈറ്റമിൻ ഡിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ? അല്ല എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞൊരു 10-15 വർഷമായി വൈറ്റമിൻ ഡിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ആ പഠനത്തിലൂടെ ഒന്ന് പോകാം. ഇനി നമ്മൾ നമ്മുടെ ബ്രെയിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമ്മുടെ ബ്രെയിനിൽ അൽഷൈമേഴ്സ് അല്ലെങ്കിൽ പലതരം മെമ്മറി പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളിൽ ADHD അല്ലെങ്കിൽ ഓട്ടിസം, ഇതും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകാം. ഇനി നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഡിപ്രഷനുള്ള പേഷ്യൻസിൽ ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ സ്ക്രീനിങ് കൂടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വൈറ്റമിൻ ഡി വളരെയധികം അത്യാവശ്യമാണ്. ഇനി ശ്വാസകോശ സംബന്ധമായ പലതരം അസുഖങ്ങളും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ലങ് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്, ഇവരിലൊക്കെ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും നമ്മുടെ BP മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വൈറ്റമിൻ ഡി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്കിന്നിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഡ്രൈനെസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ഓട്ടോമ്യൂൺ ഡിസീസസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇതൊക്കെ ഉള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കേവലം എല്ലിൻ്റെയോ അല്ലെങ്കിൽ പല്ലിൻ്റെയോ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, ബോഡിയിൽ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ നില നോർമലായി നിലനിർത്തേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഏകദേശം 70% ആൾക്കാർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അതിന് പലതരം റീസൺസ് ഉണ്ടാവാം. ശരിയായി വെയിൽ കൊള്ളാത്തതാവാം, അല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ഉള്ള ആഹാരങ്ങൾ കഴിക്കാത്തതാവാം. ഇനി സപ്ലിമെൻറ്റ് കഴിച്ചാൽ തന്നെ അത് ശരിയായ രീതിയിൽ കഴിക്കാത്തതാവാം. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത്. എപ്പോഴാണ് വെയിൽ കൊള്ളേണ്ടത്, എങ്ങനെയാണ് വെയിൽ കൊള്ളേണ്ടത്, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇനി വൈറ്റമിൻ ഡി കലർന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വൈറ്റമിൻ ഡി, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് ബോഡിയിൽ, വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് എന്തൊക്കെയാണ്, സൺലൈറ്റ് എങ്ങനെയാണ് കൊള്ളേണ്ടത്, സപ്ലിമെൻ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇനി വൈറ്റമിൻ ഡി ഒരുപാട് കഴിച്ചാൽ വൈറ്റമിൻ ഡി കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് വൈറ്റമിൻ ഡി? നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിലൂടെ കഴിക്കാം. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരും. ഇനി നമ്മുടെ ബോഡി സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ചെടികൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ആഹാരം ഉണ്ടാക്കുന്നതിന് നമ്മളും ഈ ഫോട്ടോസിന്തസിസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആഹാരമല്ല ഉണ്ടാക്കുന്നത് വൈറ്റമിൻ ഡി ആണെന്ന് മാത്രം. നമ്മുടെ ശരീരം സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടു കൂടിയാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. സൂര്യപ്രകാശത്തിൽ പ്രധാനമായും 2 തരത്തിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആണുള്ളത്, UVAയും UVBയും. ഇനി നമ്മൾ UVAയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പർ ലെയറിലേക്ക് പോവുകയും അവിടുത്തെ കൊളാജനെയും ഇലാസ്റ്റിനെയൊക്കെ നശിപ്പിച്ചിട്ട് ഫോട്ടോ ഏജിങ് ഉണ്ടാക്കും. അതായത് നമുക്കറിയാം, നമ്മൾ പാടത്തിലൊക്കെ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആൾക്കാരുടെ സ്കിന്നൊക്കെ വളരെയധികം ചുളുങ്ങിയിരിക്കും. അതിന് നമ്മൾ ഫോട്ടോ ഏജിങ് എന്നാണ് പറയുന്നത്. ഇനി UVB, ഈ അൾട്രാവയലറ്റ് ബി കൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. UVA കൊണ്ടിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല. ഈ UVB അധികം പെനിട്രേറ്റ് ചെയ്യില്ല, മുകളിലത്തെ ലെയറിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അവിടെയുള്ള ചില കൊളസ്ട്രോൾ ഘടകങ്ങളുമായി ചേർന്നിട്ടാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വൈറ്റമിൻ ഡി ആയി മാറുമോ? ഇല്ല, അതിന് ചില പ്രോസസ്സ് ഉണ്ട്. അത് നമ്മളെന്താണെന്ന് നോക്കാം. ആദ്യം UVB റേസ് ഒന്ന് നമ്മുടെ ശരീരത്തിൽ വീഴുന്നു. അതിലൊരു ചില കൊളസ്ട്രോളുമായി പ്രവർത്തിച്ചിട്ട് അത് ഒരു കോളികാൽസ്യം എന്ന ഒരു ഘടകമായി മാറുന്നു. അതിനുശേഷം അത് നേരെ ലിവറിലെത്തുന്നു. ലിവറിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്തിട്ടത് 25 ഹൈഡ്രോക്സി വൈറ്റമിൻ D3 ആവും. ഇതാണ് നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്യുന്ന ലിവറിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഘടകമാണ് നമ്മൾ എപ്പോഴും ഡെഫിഷ്യൻ്റ് ആണോ എന്ന കാര്യം ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോഴും നമുക്ക് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇനി അത് ലിവറിൽ നിന്ന് നേരെ ട്രാവൽ ചെയ്തിട്ട് കിഡ്നിയിലെത്തണം. കിഡ്നിയിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 125 ഡൈ ഹൈഡ്രോക്സി വൈറ്റമിൻ D3 ആവും. ഇതാണ് ആക്റ്റീവ് ഫോം. ഇതിനെ നമ്മൾ കാൽഷ്യം അബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്താനോ പറ്റുകയുള്ളൂ. നമ്മുടെ സ്കിന്നും ലിവറും കിഡ്നിയും ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി പലർക്കുള്ള കൺഫ്യൂഷനാണ് എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര നേരമാണ് വെയിൽ കൊള്ളേണ്ടത് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. പല യൂട്യൂബ് വീഡിയോസിലും ഞാൻ കണ്ടു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തുള്ള ഇളം വെയിൽ കൊണ്ടാൽ മതി വൈറ്റമിൻ ഡി കിട്ടാൻ എന്നത്. അത് തികച്ചും തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളേണ്ടത് രാവിലെ 11 മണിക്ക് ശേഷവും
വൈകുന്നേരം 3 മണിക്ക് മുന്നേ. ആ നല്ല ചൂടുള്ള വെയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു UVBയിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ UVB ഉണ്ടാകുന്നത് ഈ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിക്കകത്താണ്. UVB റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തെ അടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടും, ആ വെയിലിൻ്റെ ചൂട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ 11 മണി മുതൽ 3 മണിക്ക് ഇടയ്ക്കുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. ഇനി അടുത്തൊരു സംശയമാണ് എത്ര നേരം വെയിൽ കൊള്ളണം എന്നുള്ളത്. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളല്ല. കാരണം പലതരം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വെയിൽ കൊള്ളുന്ന എത്ര നേരം എന്നുള്ളത്. ഒന്ന്, സൺലൈറ്റിൻ്റെ തീവ്രത. നമുക്കറിയാം മഴക്കാലങ്ങളിലൊക്കെ സൺലൈറ്റിന് അത്ര തീവ്രത കുറവായിരിക്കും. 2, നമ്മൾ എത്ര എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഈ UVB റേഡിയേഷൻസിന് ഗ്ലാസിനെയോ അല്ലെങ്കിൽ തുണിയെയോ ഒന്നും പെനിട്രേറ്റ് ചെയ്ത് വരാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അടിക്കണം. അത് എത്ര ഏരിയ, ചിലപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ഇട്ടിട്ടായിരിക്കും നിൽക്കുക, ചിലപ്പം ഷോർട്സ് മാത്രം ഇട്ടായിരിക്കും വെയിലുള്ള. ആ രീതിയിൽ കൂടുതൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ മതി. അതല്ല നമ്മൾ വെറുതെ കൈ അല്ലെങ്കിൽ ഫേസിൽ മാത്രമേ വെയിൽ വീഴുന്നുള്ളൂ എങ്കിൽ നമ്മൾ കുറേ നേരം വെയിൽ കൊള്ളേണ്ടി വരും. ഇനി അടുത്തത് നമ്മുടെ സ്കിന്നിൻ്റെ കളറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഡാർക്കർ ആവുന്നതോറും നമ്മൾ കൂടുതൽ നേരം വെയിൽ കൊള്ളേണ്ടി വരും. കാരണം നമ്മുടെ സ്കിന്നിന് ഡാർക്കർ കളർ കിട്ടുന്നത് മെലാനിൻ എന്ന ഘടകം ഉള്ളത് കൊണ്ടാണ്. ഈ മെലാനിൻ ഒരു നാച്ചുറൽ സൺസ്ക്രീൻ പോലെ ആക്ട് ചെയ്യും. UVBയുടെ പെനിട്രേഷൻ വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിൻ കളർ ഡാർക്കർ ആവുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ നേരം വെയിൽ കൊള്ളണം. ഇങ്ങനെ പല ഘടകങ്ങൾ വെയിൽ കൊള്ളുന്നതിലുണ്ട്. അപ്പം ഐഡിയലി പറയുന്നത് ഒരു 30 to 45 അല്ലെങ്കിൽ 1 മണിക്കൂർ, ആഴ്ചയിൽ 3 ദിവസം, ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരിലും ഇത് ഡിഫറൻ്റ് ആയിരിക്കും ഈ നേരിൽ പറഞ്ഞ ഘടകങ്ങൾ വെച്ചിട്ട്. ഇനി അടുത്തൊരു സംശയമാണ്, നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുമെന്ന്. ആൻസർ കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സൺസ്ക്രീനൊക്കെ വോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ UVAയും UVBയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ സൺലൈറ്റിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് മാക്സിമം എക്സ്പോസ്ഡ് ആയിട്ട് 1/2 മുതൽ 1 മണിക്കൂർ വരെ സൺലൈറ്റ് കൊണ്ടാൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ ആഹാരം കഴിച്ചാലാണ് വൈറ്റമിൻ ഡി കിട്ടുക എന്ന് നോക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ ആഹാരത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണ്. എന്നാലും നമ്മൾ വൈറ്റമിൻ ഡി റിച്ചായ ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫാറ്റി ഫിഷ്, സാൽമൺ പോലുള്ള ഫാറ്റി ഫിഷിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട നല്ലൊരു സോഴ്സാണ്. അതുപോലെ ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ലിവർ വൈറ്റമിൻ ഡിയുടെ നല്ലൊരു സോഴ്സാണ്. പിന്നെ ചീസ് അല്ലെങ്കിൽ ബട്ടർ, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ നല്ല സോഴ്സാണ്. മഷ്റൂം നല്ലൊരു സോഴ്സാണ്. പിന്നെ നമുക്കറിയാം വൈറ്റമിൻ ഡി ഇത്രമധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഗവൺമെൻറ് പലതരം എണ്ണകളിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനൽ ഓയിൽ, ഇങ്ങനത്തെ ഓയിലുകളിൽ അല്ലെങ്കിൽ പാലിൽ ഇതൊക്കെ എക്സ്ട്രാ വൈറ്റമിൻ ഡി ആഡ് ചെയ്യാറുണ്ട് അല്ലേ. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റിനെ കുറിച്ച് നോക്കാം. ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് എടുക്കുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഡെഫിഷ്യൻ്റ് ആണ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കഴിക്കുക. കാരണം പല സ്ട്രെങ്തിൽ ഒരു 200 മുതൽ 60,000 വരെ യൂണിറ്റ് വൈറ്റമിൻ ഡി പല അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെഫിഷ്യൻസി എത്രയാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സപ്ലിമെൻറ്റ് കഴിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്യുക? നമ്മൾ ലാബിൽ പോയിട്ട് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഒന്നും വേണ്ട. ഡയറക്റ്റ് ലാബിൽ പോവുക, ബ്ലഡ് കൊടുക്കുക, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ റിസൾട്ട് ഏകദേശം ഇങ്ങനെയാവും കിട്ടുക. ഇതിൽ 2 തരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. നാനോ മോൾ പെർ ലിറ്ററും ഉണ്ട്, നാനോഗ്രാം പെർ മില്ലി ലിറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഏതാണെന്ന് നോക്കുക. ഞാനിവിടെ നാനോ മോൾ പെർ ലിറ്ററിൻ്റെ കണക്കാണ് പറയുന്നത്. അത് നോക്കൂ, ഇത് 25ലും താഴെയാണെങ്കിൽ നമ്മൾ സീവിയർ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കേണ്ട സപ്ലിമെൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇനി 25 to 80 ആണെങ്കിൽ അതൊരു മൈൽഡ് ടു മോഡറേറ്റ് ഡെഫിഷ്യൻസിയാണ്. നമ്മൾ ചെറുതായിട്ട് സപ്ലിമെൻറ്റും അല്ലെങ്കിൽ ആഹാരവും നന്നായിട്ട് വൈറ്റമിൻ ഡി ഉള്ളത് കഴിക്കുക. ഇനി 80 to 200 ആണ് നോർമൽ. ഇനി അതിലും കൂടിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവും. പക്ഷേ അത് വളരെ റയറാണ്. നമ്മൾ അത്രയധികം സപ്ലിമെൻറ്റ് കഴിച്ചാൽ മാത്രമേ ഒരു ടോക്സിസിറ്റി ലെവലിലേക്ക് പോവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഇൻസഫിഷ്യൻറ്റോ അല്ലെങ്കിൽ സീവിയർ ഡെഫിഷ്യൻറ്റോ ആയിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് സപ്ലിമെൻറ്റ് കഴിക്കേണ്ടത്? സപ്ലിമെൻറ്റ് കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ എത്രമാത്രം ഡെഫിഷ്യൻസി നമുക്കുണ്ട് എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 200 മുതൽ ഏകദേശം 60,000 യൂണിറ്റ് വരെ ഉള്ള സ്ട്രെങ്തിലുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ ഡെയിലി കഴിക്കേണ്ടതുണ്ടാവും, ചിലപ്പോൾ ആഴ്ചയിൽ 1 ദിവസം കഴിച്ചാൽ മതിയായിരിക്കും. അതൊക്കെ എപ്പോഴും നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡോസ് സ്വീകരിക്കുക. ഇനി എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഗുളിക കഴിക്കേണ്ടത്? പലപ്പോഴും പലർക്കും പറ്റുന്നൊരു മണ്ടത്തരം ഇവിടെയാണ്. അവർ സപ്ലിമെൻറ്റ് ധാരാളം കഴിക്കും, പക്ഷേ
പിന്നെ ടെസ്റ്റ് നോക്കുമ്പോൾ വീണ്ടും ഇൻസഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. അതായത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആഹാരത്തിന് ശേഷം, ഒരു ഫാറ്റി മീലിന് ശേഷം, നമ്മൾ എന്തെങ്കിലും കൊഴുപ്പുള്ള ആഹാരം കഴിച്ചതിന് ശേഷം വൈറ്റമിൻ ഡി കഴിക്കണം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു മുട്ടയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫാറ്റുള്ള എന്തെങ്കിലും ആഹാരം കഴിച്ച ശേഷം അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ ഡി ഗുളിക കഴിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ കൊണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവും. നമ്മളതിൽ മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ നോക്കാം. പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് സ്ലീപ്പ് പ്രശ്നമുണ്ടാകും, നല്ലതായി ഉറക്കം കിട്ടാതെ വരാം. ചിലപ്പോൾ നമുക്ക് എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ തളർച്ച വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ബോൺ പെയിൻ അല്ലെങ്കിൽ മസിൽ പെയിനൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുപോലെ മസിൽ രാത്രി കിടക്കുമ്പോൾ കാല് ഉരുണ്ട് കയറുക, അങ്ങനത്തെ കാര്യങ്ങളും എപ്പോഴും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സാഡ്നെസ്, അതൊക്കെ എപ്പോഴും ഒരു മൂഡ് ഇല്ലായ്ക, ഇതൊക്കെ എപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുപോലെ ഹെയർ ലോസ് ഉണ്ടാവാം, വിശപ്പില്ലായ്മ ഉണ്ടാവാം, സ്കിന്നിൽ എപ്പോഴും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആയിരിക്കുക, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ മെയിനായിട്ട് ബോൺ പെയിന് അല്ലെങ്കിൽ ശരീരത്തിന് അല്ലുകൾക്ക് ബലക്കുറവുണ്ടാവുക കുട്ടികളിലാണ്. ഇനി മെയിനായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖമാണ്. അത് കുട്ടിയുടെ ഗ്രോത്ത് വരെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം, ബുദ്ധിക്കുറവുണ്ടാവാം, എല്ലുകൾക്ക് ബലം ഉണ്ടാവില്ല. ഇനി വലിയ വല്ലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്നാണ് പറയുന്നത്, അതും ബോണുകൾക്ക് തീരെ ബലമില്ലാതെ എപ്പോഴും ഫ്രാക്ചർ ഉണ്ടാവുകയൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ബോൺ പെയിനോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. നമുക്കറിയാം വെയിൽ കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരം കഴിക്കണമെന്നും. നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഒരിക്കലും നമ്മൾ വെയിൽ കൊള്ളാറില്ല, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ചായ ആഹാരം നമ്മൾ കഴിക്കാറില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയും ഇത്രയും ഇമ്പോർട്ടൻ്റായ ഈ വൈറ്റമിൻ അത് ഒപ്റ്റിമൽ ലെവലിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഇനി ഇത്രയൊക്കെ ഗുണങ്ങളുള്ള അല്ലേ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈറ്റമിൻ ഡി കഴിച്ചാലോ അത് പ്രശ്നമാണോ? പ്രശ്നമാണ്. അതിനാണ് നമ്മൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇത് ഫാറ്റിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ സാധാരണ ബി വൈറ്റമിൻസിന് വാട്ടർ സോലുബിളാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എക്സസൈസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ വൈറ്റമിൻ ബി എടുത്തു കഴിഞ്ഞാൽ അത് മൂത്രത്തിൽ കൂടെ പോവുകയുള്ളൂ, ശരീരത്തിൽ സ്റ്റോർ ആക്കില്ല. പക്ഷേ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യും, അത് പുറത്തു പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ റെയറാണ്. നമ്മളെപ്പോഴും ഒരുപാട് സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ മാത്രമേ, അങ്ങനെ വലിയ സ്ട്രെങ്ത് ഉള്ള സപ്ലിമെൻറ്റ് ഒരുപാട് കഴിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ടോക്സിസിറ്റി ഉണ്ടാവുകയുള്ളൂ. എന്നാലും അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴും വൈറ്റമിൻ ഡി കൂടി കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോവുക, നല്ലാത്ത ദാഹം തോന്നുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വിശപ്പില്ലായ്ക, ഇങ്ങനത്തെ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ടോക്സിസിറ്റിയുടെ ലക്ഷണങ്ങൾ. അതുകൊണ്ട് വൈറ്റമിൻ ഡി ഒരുപാട് കഴിക്കാനും പാടില്ല, എന്നാൽ അത് ഓപ്റ്റിമമായിട്ട് നിർത്തുകയും വേണം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് വൈറ്റമിൻ ഡി, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിക്ക് ഒരുപാട് ഫങ്ഷൻസ് ബോഡിയിലുണ്ടെന്നും ഇനിയും ഒരുപാട് പഠനങ്ങൾ വൈറ്റമിൻ ഡിയെ കുറിച്ച് നടക്കാനുണ്ടെന്നും നമുക്ക് മനസ്സിലായി. അതൊരു വൈറ്റമിൻ ഡിയുടെ അളവ് ഓപ്റ്റിമം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണെന്നും അതിന് നമ്മൾ സൺലൈറ്റ് കൊള്ളുകയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുകയോ ഇത് രണ്ടും കൊണ്ടും പറ്റിയില്ലെങ്കിൽ സപ്ലിമെൻറ്റ് ശരിയായ അളവിൽ കഴിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.